കുന്നംകുളം സ്വദേശി ഡോക്ടർ സന്തോഷ് ഗീവറിന്റെ അധ്യക്ഷതയിൽ മസ്കറ്റിൽ ഏഷ്യൻ അറബ് ബിസിനസ് ഫോറം 2024 സംഘടിപ്പിച്ചു. ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ചെയർമാനാണ് കുന്നംകുളം സ്വദേശിയായ ഡോക്ടർ സന്തോഷ് ഗീവർ. വാണിജ്യ വ്യവസായ രംഗങ്ങളിൽ ആഗോള പങ്കാളിത്തങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഏഷ്യൻ രാജ്യങ്ങളും അറബ് ലോകവും മറ്റ് പ്രദേശങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ സാധ്യതകൾ വിലയിരുത്തിക്കൊണ്ടും പരസ്പര വാണിജ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള സാധ്യതകൾക്ക് തുടക്കമിട്ടുകൊണ്ടും ഏഷ്യൻ അറബ് ബിസിനസ് ഫോറം 2024 മസ്കറ്റിലെ കോളേജ് ഓഫ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റഡീസിൽ സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഇക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷന്റെ സഹകരണത്തോടെ ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച പരിപാടി പങ്കാളിത്തം വളർത്തുന്നതിനും ഒന്നിലധികം മേഖലകളിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനുമുള്ള ആഗോള കേന്ദ്രമെന്ന നിലയിൽ ഒമാന്റെ തന്ത്രപരമായ പങ്ക് എടുത്തുകാട്ടി. ഏഷ്യൻ അറബ് ചെയർമാൻ ഡോക്ടർ സന്തോഷ് ഗീവറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഫോറത്തിൽ ബ്രൂണയും ഒമാനും ഇന്ത്യയും മറ്റ് OIC രാജ്യങ്ങളും തമ്മിലുള്ള പരമ്പരാഗതമായ വാണിജ്യ വ്യവസായ മേഖലകളിലെ സാധ്യതകളെപ്പറ്റിയും അവസരങ്ങളെപ്പറ്റിയും അദ്ദേഹം സംസാരിച്ചു. വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഇൻവെസ്റ്റ് ഒമാൻ ഡയറക്ടർ ജനറൽ നസീമ ബിൻത് യഹിയ അൽ ബലൂഷി, സുൽത്താനേറ്റിലെ ബ്രൂണെ ദാറുസലാം അംബാസഡർ നൊറാലിസൻ അബ്ദുൽ മോമിൻ, ഇന്ത്യൻ സാമ്പത്തിക വാണിജ്യ സംഘടനയുടെ ഗ്ലോബൽ പ്രസിഡന്റും ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഗ്ലോബൽ പ്രസിഡന്റുമായ ഡോക്ടർ ആസിഫ് ഇക്ബാൽ, ഗ്രീസിനെ പ്രതിനിധീകരിച്ചുള്ള ഓണററി കോൺസുൽ ഡോക്ടർ ഏലിയാസ് നിക്കോലോക്കോ പൗലൂസും പങ്കെടുത്തു. ഏഷ്യ അറബ് വാണിജ്യ വ്യവസായ ബന്ധങ്ങൾ ഈ മേഖലയ്ക്കും അതിനപ്പുറവും ആഴത്തിലുള്ള സഹകരണത്തിനും വിനിമയത്തിനും വഴിതെളിയിക്കുന്നതായി ഈ ഫോറം വിലയിരുത്തി. ഭൂമിശാസ്ത്രപരമായി വളരെ തന്ത്രപരമായ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒമാന് ഈ പ്രദേശങ്ങളെ ലോകവുമായി ബന്ധിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് ഫോറം നിരീക്ഷിച്ചു. ശക്തമായ സാമ്പത്തിക, നയതന്ത്ര, സാംസ്കാരിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു കൂട്ടായ കാഴ്ചപ്പാട് ഒരുമിച്ച് പങ്കിട്ടുകൊണ്ടാണ് ഫോറം അവസാനിപ്പിച്ചത്. ഒമാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഏഷ്യയുമായും അറബ് ലോകവുമായുള്ള ദീർഘകാല സാംസ്കാരികവും ചരിത്രപരവുമായ ബന്ധവും അന്താരാഷ്ട്ര വ്യാപാരത്തിനും പങ്കാളിത്തത്തിനും ഒരു നിർണായക പാലമായി വർത്തിക്കുന്നുവെന്ന് ഡോക്ടർ സന്തോഷ് ഗീവർ അഭിപ്രായപ്പെട്ടു. പുനരുപയോഗ ഊർജം, സാങ്കേതിക വിദ്യ, ലോജിസ്റ്റിക്സ്, ടൂറിസം, കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് അനന്ത സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.